ഇരുവിഭാഗങ്ങളിലെയും യുവജന സംഘം നേതാക്കൾക്കിടയിലെ അന്തരം താരതമ്യത്തിന് വിധേയമാക്കാം. കാന്തപുരം സമസ്തയിലെ SYS നേതാക്കൾ ആദർശ പ്രബോധന ഗോധയിൽ കരുത്തുറ്റ പ്രതിഭകളെ ശിഷ്യഗണങ്ങളായി വളർത്തിയെടുത്ത പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കേരളത്തിലെ വാള് സദസ്സുകളെ കോൾമയിർ കൊള്ളിച്ച ആദർശ ഖണ്ഡന മുഖാമുഖ വേദികളിലെ സുന്നി വിരോധികളുടെ പേടി സ്വപ്നമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവരുടെ കാർമ്മികത്വത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സാവേശം മുന്നോട്ട് ഗമിക്കുന്നു. ചെറുശ്ശേരി സമസ്തയിലെ SYS നേതാക്കൾ AP ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ച് നാടുനീളെ പ്രസംഗിക്കുന്ന അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ സുഹൃതം പ്രകടമായത് പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ വിനോദത്തിനെത്തിയപ്പോഴാണ്. സൂക്ഷ്മതയുള്ള പണ്ഡിത വരേണ്യർ കൈകാര്യം ചെയ്ത SYS നേതൃത്വത്തിലുള്ള ഒരാൾ പാർക്കിലുല്ലസിക്കുന്ന കാഴ്ച സമുദായത്തിന് നൽകുന്ന സന്ദേശമെന്താണ്? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ കളിക്കളത്തിലെ അനൗൺസിലൂടെ രാഷ്ട്രീയ പ്രസംഗവേദിയിലേക്കും പിന്നീട് സമസ്ത പ്രഭാഷകനുമായ യുവജന സംഘം നേതാവിന്റെ ഗാനമേളാവേദിയിലെ പ്രഭാഷണം എങ്ങനെ ന്യായീകരിക്കാനാകും? ഈ നേതാവ് SYSന്റേതല്ലെന്നോ, ഈ SYS സമസ്തയുടേതല്ലെന്നോ, ഈ സമസ്ത സമുദായത്തിന്റേതല്ലെന്നോ? മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗ് വേദികളിലെ ഉച്ചപ്രഭാഷകനും പ്രമുഖ പണ്ഡിതനുമായിട്ടുള്ള അബ്ദുസ്സമദ് പൂക്കോട്ട് സാഹിബാണ്. അദ്ദേഹം ഇവിടെ സംസാരിക്കും. അതിനുശേഷം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അവതരിപ്പിക്കുന്ന വാഴക്കാട് ഗ്രീൻ സ്റ്റാർ ക്ലബിന്റെ ഒരു ഇഷൻ നിലാവ്, പഴയകാല മുസ്ലിം ലീഗ് ഗാനങ്ങളെ കോർത്തിണത്തിക്കൊണ്ടുള്ള ഒരു ഇഷൻ നിലാവ് ഇതിന് ശേഷം നടക്കും. പറയുന്നില്ല, സമയം വൈകിയതുകൊണ്ട് കുറച്ചേ പറയുന്നു. ഞാൻ ദുരിപ്പിച്ച് പറയാൻ നേരത്തെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. കാലാവസ്ഥയുടെ പ്രതിബദ്ധതയും നിങ്ങൾ ഈ ഇഷ്ടം നയിച്ചു കഴിയും. അവിടെ ഞാൻ അവസാനിപ്പിക്കാം.